നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. 1958 ശേഷം വേൾഡ് കപ്പിലെ അപൂർവ ദിനമാണ് കടന്നുപോയിരിക്കുന്നത്. ഒരു ദിവസം നടന്ന എല്ലാ മത്സരങ്ങളും സമനില. സ്പെയിനും കേപ്പ് വെർദയും തമ്മിലുള്ള കളി സമനിലയാകുമെന്ന് നിങ്ങൾ ആരെങ്കിലും കരുതിയിരുന്നു? അവിടെ തുടങ്ങിയതാണ്. ഗോൾ രഹിത സമനിലയ്ക്ക് പിന്നാലെ ബെൽജിയവും ഈജിപ്തും 1-1 കൈകൊടുത്തു പിരിഞ്ഞു. പിന്നാലെ നമ്മൾ കാണുന്നത് സൗദി അറേബ്യ ഉറുഗ്വായ്ക്കെതിരെ വീര്യത്തോടുകൂടി പോരാടി 1-1 സമനില പിടിച്ചു. അതിന് പിന്നാലെ ന്യൂസിലാൻഡിനെതിരെ ഇറാന് വ്യക്തമായ മുൻതൂക്കം ഉണ്ടാവുമെന്നാണ് എല്ലാവരും നിരീക്ഷിച്ചിരുന്നത്. പക്ഷേ ഞെട്ടിച്ച് കളഞ്ഞു ന്യൂസിലാൻഡ്. 7ാമത്തെ മിനിറ്റിൽ തന്നെ എലിജയിലൂടെ അവർ ഗോൾ അടിക്കുന്നു എന്ന് പറഞ്ഞാൽ അവരുടെ ക്രിസ് വുഡ് ബെൽജിയം തമ്മിലുള്ള ലിങ്കപ്പിനൊടുവിൽ ആ ഗോൾ പിറന്നതോടുകൂടി ഇറാൻ ശരിക്കും ഞെട്ടി. തിരിച്ചടിക്കാനുള്ള ഇറാൻ്റെ ശ്രമങ്ങൾ ഒടുവിൽ 32ാമത്തെ മിനിറ്റിൽ റമിൻ റീസിയനിലൂടെ ഫലം കണ്ടു. ഇടവേള സമയത്ത് മത്സരം 1-1 സമനില. രണ്ടാം പകുതിയിലോ വീണ്ടും എലിജയുടെ ഗോൾ. 55ാമത്തെ മിനിറ്റിൽ എലിജ തൻ്റെ ബ്രേസ് പൂർത്തിയാക്കുന്നു. 2-1 മുന്നിലേക്ക് കടക്കുന്നു ന്യൂസിലൻഡ്. എന്നാൽ 64ാമത്തെ മിനിറ്റിൽ മുഹമ്മദ് മുഹബിയുടെ ഹെഡറിലൂടെയായിരുന്നു ഇറാൻ്റെ ആൻസർ വന്നത്. മത്സരം 2-2 സമനിലയിൽ പിരിയുന്ന കാഴ്ച. അതോടുകൂടി ഈ വേൾഡ് കപ്പിൽ ഇന്ന് നടന്ന മത്സരം ഇന്നലെയാണ് ഒഫീഷ്യൽ ഡേറ്റ് എന്ന് പറഞ്ഞാൽ US-ലായതുകൊണ്ട് ഇന്നലത്തെ ഡേറ്റാണ്. അതായത് ജൂൺ 15 നടന്ന മത്സരം എന്നാണ് കൂട്ടുക. ആ കളി സമനിലയായി. ഇപ്പോൾ ഗ്രൂപ്പ് ജിയിൽ എല്ലാ ടീമിനും സമനില, ഓരോ പോയിന്റ് എന്നുള്ളതാണ് അവസ്ഥ. ശ്രദ്ധിക്കേണ്ട കാര്യം, 4 കളികൾ ഇന്നത്തെ ദിവസം സമനിലയാകുമ്പോൾ 1958 ഇതിനു മുമ്പ് ഒരു ദിവസം വേൾഡ് കപ്പിൽ നടന്ന എല്ലാ മത്സരങ്ങളും സമനിലയായത്. അന്ന് എത്ര കളി നടന്നെന്നറിയാമോ? അത് വേറെ ഫോർമാറ്റിലുള്ള വേൾഡ് കപ്പൊക്കെ ആണെന്ന് അറിയാലോ. അന്ന് 8 കളികൾ നടന്നിരുന്നു. ആ 8 കളിയും സമനിലയായിരുന്നു. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റഫ്ലക്സ് എടുത്താം.